2-ലില്ല, ദെൻ 3-ാമത്തേലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ആ ഒരു ബ്രേക്ക് വന്നപ്പോൾ അവിടെ ഒരു 3-ാമത്തേലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഡ് പേജ് എന്ന് പറഞ്ഞാൽ 135 ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ, 135 ആണ്. അപ്പൊ അതുകൊണ്ട് നീ നോക്കൂ, ഓഡ് പേജ് ചെയ്തപ്പോ കണ്ടോ, ഇതാണ് ഓഡ് പേജ്, ഓഡ് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാല് ഓഡ് പേജ് സെക്ഷൻ ബ്രേക്കുകളാണ്. ഓക്കെ, 4 ഉണ്ട്. ആ 4 പേര് പഠിക്കണം. ഇനി ലൈൻ നമ്പേഴ്സ് എന്താണ്? നൺ, കണ്ടിന്യൂസ്, റീസ്റ്റാർട്ട് ഈച്ച് പേജ്, റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ. നമുക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാനുണ്ട്. സ്റ്റാറ്റസ് ബാർ എന്താ? സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഇവിടെ കാണുന്നുണ്ടോ സ്റ്റാറ്റസ് ബാർ? പേജ് 1 of 1, വേർഡ് 33, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ്, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ലൈനുകൾ എത്ര ഉണ്ടെന്ന് നമുക്കിവിടെ നോക്കാനായിട്ട് പറ്റും. നോക്കി എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കിയാൽ ഞാൻ നമ്പർ ഇട്ടപ്പോ കാണുന്നുണ്ടോ? ലൈൻ നമ്പേഴ്സ് ഇട്ടപ്പോ കാണുന്നുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടോ? അതിലെ 1 2 3 4 5 6 7 8 9 10 11 കാണുന്നുണ്ടോ? ലൈൻ നമ്പേഴ്സ് കാണുന്നില്ലേ? കാണുന്നില്ല? കാണുന്നുണ്ട്. അപ്പൊ ഇത് നോക്കി, ഇപ്പൊ ഞാൻ ഈ ലൈൻ നമ്പേഴ്സ് ഏതാ കൊടുത്തത്? കണ്ടിന്യൂസ് ആണ് കൊടുത്തത്. നണ്ണാണ് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഇരിക്കുന്നത്. നൺ എന്ന് പറഞ്ഞാൽ ലൈൻ നമ്പർ ഒന്നും അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ഡിഫോൾട്ട് ആണ്. ഇനി നമുക്ക് ലൈൻ കൊടുക്കണം. കണ്ടിന്യൂസ് കൊടുത്താൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ഇത് കൊടുത്തു നോക്കാം. ഇതില് റീസ്റ്റാർട്ട് ഈച്ച് പേജ് കൊടുക്കാണ്. അപ്പൊ നോക്കൂ, ഇവിടെ 1 2 3 4 വന്നു. നെക്സ്റ്റ് വീണ്ടും 1 2 3 കണ്ടോ, അത് റീസ്റ്റാർട്ട് ചെയ്തു. അടുത്ത പേജിൽ വന്നപ്പോൾ ലൈൻ നമ്പറുകൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നു. മനസ്സിലായോ? ലൈൻ നമ്പേഴ്സ് അങ്ങനെ കൊടുക്കാം. ഇനി റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ, നമുക്കിവിടെ സെക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു സെക്ഷൻ ആയിട്ട് കൊടുക്കണ കാരണമാണ് ഇവിടെ, അതായത് ഇവിടെ വേറെ ബ്രേക്ക് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വന്നു. ഇനി സപ്രസ് ഫോർ കറണ്ട് പാരഗ്രാഫിൽ നിർത്തി 1 2 ഉണ്ടോ? യെസ്. അപ്പൊ ഇത്രയും ഓപ്ഷനാണ് ലൈൻ നമ്പേഴ്സിൽ വന്നത്. ഇതൊക്കെ മാറ്റി കൊടുക്കാണ് ഞാൻ കൊടുത്തു. ലൈൻ നമ്പറിങ് ഓപ്ഷനെ കൂടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ഈ ഒരു ടാബ് ഓപ്പൺ ആക്കുമ്പോൾ പഠിപ്പിച്ചു തരും. ഹൈഫണേഷൻ, നമുക്ക് ഹൈഫൺ ഒക്കെ കൊടുക്കാം ഓട്ടോമാറ്റിക്. ഇതാ ഇവിടെ ഹൈഫൺ വന്നു. ഞാൻ അവിടെ ഹൈഫൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഹൈഫൺ വന്നു. കണ്ടോന്ന് അറിയില്ല. ഇവിടെയാണ് നമ്മുടെ കൾസർ നിൽക്കുന്നത്. നമുക്കിനി ഈ ഒരു കീസ് ഓഫ് ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ഇതിന്റെ കോളം തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ നിൽക്കുന്നത്, ഈ ഒരു സൈഡിൽ നിൽക്കുന്നത് കോളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കീസ് ഓഫ് ടൈപ്പ് റൈറ്ററിന്റെ കുറച്ച് ഭാഗം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അവിടെ എത്ര ഭാഗം ടൈപ്പ് ചെയ്യാൻ കണ്ടോ? ഇത്രയും ഭാഗം ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇത്രയും അക്ഷരം ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ അത് നെക്സ്റ്റ് പേജിലേക്ക് അത് വരും, നെക്സ്റ്റ് വരിയിലേക്ക് വരും, കോളം ആയതുകൊണ്ട്. അപ്പൊ ടൈപ്പ് റൈറ്റർ എന്നുള്ളത് ഒറ്റ വാക്കായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് താഴേക്ക് വന്നത്. നമുക്കിനി ഹൈഫനേഷൻ കൊടുക്കാണ്. ഓട്ടോമാറ്റിക് കൊടുത്തു. കണ്ടോ, കീസ് ഓഫ് ടൈപ്പ് വരെ ആ ഒരു വരിയിൽ വരും, ശരിക്കും വരും. അപ്പോൾ ഇവിടെ ഹൈഫൺ ഇട്ടണം. കണ്ടോ, ഹൈഫണേഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഹൈഫണേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സില്ലബിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ഹൈഫൺ ഇട്ട് കാണിക്കാം, ഒറ്റയ്ക്ക് എഴുതാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഹൈഫണേഷൻ. മാനുവൽ എന്നാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാം. മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ മാനുവൽ ഹൈഫണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഫണേറ്റ് ചെയ്തിട്ട് ഹൈഫൺ ഇട്ട് കൊടുക്കാം. അതാണ് മാനുവലി നമ്മൾ മാനുവലി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഹൈഫൺ ഇട്ട് കൊടുക്കാം, അതാണ് ഹൈഫണേഷൻ. യെസ്. അപ്പൊ ഇതില് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മാർജിൻ, ഓറിയന്റേഷൻ, സൈസ്, കോളം, ബ്രേക്ക്, ലൈൻ നമ്പർ, ഹൈഫണേഷൻ. ഇനി ഈ ഒരു ഈ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കാണ് നമ്മൾ. എന്താണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കി എഴുതി വെക്കുക. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ 3 ടാബുകൾ ഉണ്ട്. അതൊന്ന് എഴുതി വെക്കണം. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ എത്ര ടാബ് ഉണ്ട്? 3 ടാബ് കേട്ടോ. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ 3 ടാബുകൾ ഉണ്ട്. ഏതൊക്കെയാ 3 ടാബുകൾ? എഴുതി വെക്കണം. മാർജിൻസ്, പേപ്പർ, ലേഔട്ട്. 3 ടാബാണുള്ളത്. മാർജിൻസ്, പേപ്പർ, ലേഔട്ട്. 3 എണ്ണം. മാർജിൻ, പേപ്പർ, ലേഔട്ട്. ഇനി വേറെ ഒന്നും എഴുതണ്ട. 3 ടാബ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞ ടാബാണ്. ഈ മാർജിൻ എന്ന് പറഞ്ഞ ടാബില് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മാർജിനുകൾ തന്നെയാണ് കാണുന്നത്. ലെഫ്റ്റ് ടോപ്പ്, ലെഫ്റ്റ് ബോട്ടം, റൈറ്റ്. അതില് ഗട്ടർ മാർജിൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. ഗട്ടർ മാർജിൻ, ഗട്ടർ പൊസിഷൻ എന്താണെന്നുള്ളത് നോട്ട് തരാം. ഗട്ടർ മാർജിൻ, ഞാനിങ്ങനെ ഗട്ടർ മാർജിൻ ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? ഇവിടെ ഈ ഒരു ഇമേജ് നോക്കൂ. ഇതിവിടെ ഈ പ്രിവ്യൂ കാണുന്നുണ്ടോ? ഞാൻ എന്റെ കഴ്സർ കാണുന്നുണ്ടല്ലോ.
പ്രിവ്യൂയിലേക്ക് നോക്കാം കേട്ടോ. ഇവിടെ പ്രിവ്യൂ വരുന്നുണ്ട്. പ്രിവ്യൂയിലേക്ക് നോക്കാം. ഗട്ടർ മാർജിൻ കൂടുന്നതിനനുസരിച്ച് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ ഗട്ടർ പൊസിഷൻ ലെഫ്റ്റ് ആണ് കിടക്കുന്നത്. ഇനി ഇവിടെ ഓക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാല് കണ്ടോ മാറിയത് കണ്ടോ നമ്മുടെ ഗട്ടർ മാർജിൻ. അതായത് ഇങ്ങനെ ഒരു പേജിൽ നിന്ന് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗട്ടർ മാർജിൻ യൂസ് ചെയ്യുക. നമ്മൾ ഇനി ആ ഗട്ടർ മാർജിൻ കുറയ്ക്കാൻ പോവാണ്. 0 ആക്കി. പഴയ പോലെ തന്നെ വരും. മനസ്സിലായോ? പഴയ പോലെ തന്നെ വരും. ഇനി ഗട്ടർ മാർജിനില് ലെഫ്റ്റ് എന്നുള്ളത് ടോപ്പ് ആക്കി. അപ്പൊ എന്ത് സംഭവിക്കും? മുകളിൽ നിന്ന് മാറുന്നത് കണ്ടോ? മുകളിൽ നിന്ന് മാറുന്നത് കണ്ടോ? കണ്ടോ ഇവിടെ മാർജിൻ അവിടെ അത്രയും മാറി. മുകളിൽ ഒന്നുമില്ല, നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ പോയി, താഴേക്ക് പോയി. അതവിടെ ഹാങ്ങിങ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഗട്ടർ മാർജിൻ. എന്താന്നുള്ളത് ഞാൻ നോട്ട് തരുമ്പോൾ അതൊന്ന് വായിച്ചു പഠിക്കണം. എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ കേട്ടോ ഗട്ടർ മാർജിൻ എന്താന്നുള്ളത്. അപ്പോൾ ഈ ഗട്ടർ മാർജിൻ നമ്മളോട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് മാർജിൻ ആണ് എന്ത് ഗട്ടർ മാർജിൻ. പിന്നെ ഇതിൽ കിടക്കുന്നത് പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. അടുത്ത ടാബ് പേപ്പർ. പേപ്പറിന്റെ ലെറ്റർ സൈസ്, ലീഗൽ, സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ടീവ് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സൈസ് ഏതൊക്കെയാണെന്നുള്ള ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിൽ ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സെറ്റപ്പും കൂടി ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നോർമലി നമ്മുടെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ആണ്. അതിന്റെ വിഡ്ത്ത് 8.5 ഇഞ്ചും ഹൈറ്റ് 11 ഇഞ്ചും ആണ്. അടുത്തത് ലേഔട്ട്. മൂന്നാമത്തെ ലേഔട്ട് ആണ്. നമ്മുടെ ആ ഒരു പേജിന്റെ ലേഔട്ട് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പഠിച്ചു. കണ്ടിന്യൂസ്, ന്യൂ കോളം, ന്യൂ പേജ്, ഈവൻ, ഓഡ്. ഇത് തന്നെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തേക്കാണ് ഇവിടെ കേട്ടോ, വേറെ ഒന്നുമില്ല. പക്ഷെ നമുക്കറിയണം പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ 3 ടാബുകളാണ്. ആ 3 ടാബ് ഇതൊക്കെയാണ് മാർജിൻ, പേപ്പർ, ലേഔട്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു ഓപ്ഷൻ തരികയാണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് തുറക്കുന്ന സമയത്തുള്ള ടാബുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ മാർജിൻ, പേപ്പർ, ലേഔട്ട്, ഫോണ്ട് എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണം ഫോണ്ട് ആണ് അതിലില്ലാത്തത്. ഫോണ്ട് നമ്മൾ വേറെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പാണ്. പേജ് ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് വാട്ടർ മാർക്ക്. എന്താണ് വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ വാട്ടർ മാർക്ക്? ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദി കണ്ടന്റ് ഓൺ ദി പേജ്. എഴുതി വെക്കാം ഗോസ്റ്റഡ് ടെക്സ്റ്റ്. മനസ്സിലായോ? ഗോസ്റ്റഡ് ടെക്സ്റ്റ്. എന്താണ് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ഡെക്കറേറ്റീവ് ടെക്സ്റ്റ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഡെക്കറേറ്റീവ് ടെക്സ്റ്റ്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഡ്രോപ്പ് ക്യാപ്പ്. ഡെക്കറേറ്റീവ് ടെക്സ്റ്റ്. ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് എന്താ? എന്താ ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്ക്രീനിലേക്ക് നോക്കൂ, ഓർമ്മ വരും. വേർഡ് ആർട്ട്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. വേർഡ് ആർട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വേറൊരു ടെക്സ്റ്റും കൂടി പഠിക്കും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേർഡ് ആർട്ട് പഠിക്കുന്ന സമയത്ത്. ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ വേർഡ് ആർട്ട് എഴുതണം. ഗോസ്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? ഗോസ്റ്റഡ് ടെക്സ്റ്റ്. ഗോസ്റ്റ് തന്നെ എന്താ? നമ്മൾ കാണുന്നില്ല അല്ലെ? ശരിക്കും കാണുന്നില്ല, എന്നാ കാണുന്നുണ്ട്, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. നമ്മൾ എഴുതുന്നതിന്റെ മുകളിൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ടിന്റെ മുകളിൽ എന്റെ ക്ലാസിന്റെ പേരാണ് ലക്ഷ്മി എസ് നായർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിന്റെ പേരാണ് നിങ്ങൾക്ക് ഗോസ്റ്റഡ് ടെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. എല്ലാത്തിനും ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ചിലതൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഗോസ്റ്റഡ് ടെക്സ്റ്റ് നമുക്ക് ഇവിടെ പിക്ചർ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയാ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത്. ഇനി ഇവിടെ നമുക്ക് വാട്ടർ മാർക്ക് കൊടുക്കണം. എങ്ങനെയാണ്? ഇവിടെ ഇതേപോലത്തെ വാട്ടർ മാർക്ക് കൊടുക്കണം. വാട്ടർ മാർക്ക് കൊടുക്കാണ്. കസ്റ്റം വാട്ടർ മാർക്ക് ഞാൻ ഇവിടെ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളത് ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ വാട്ടർ മാർക്ക് കൊടുക്കാൻ? അറിയോ വാട്ടർ മാർക്ക് കൊടുക്കാൻ? എന്താണ് മിണ്ടാത്ത? കളറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എവിടെയാണ് വേണ്ടത്? ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് ക്യാംബ്രിയാണ് എനിക്ക് ഇഷ്ടമുള്ള ഫോണ്ട്. ക്യാംബ്രിയ കൊടുത്തു. എന്റെ പേരാണ് ഞാൻ വാട്ടർ മാർക്കായിട്ട് കൊടുക്കാൻ പോണത്. എനിക്ക് റെഡ് കളർ തന്നെ വേണം. ഡയഗണൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ഡയഗണൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. വേണ്ട, ഡയഗണലിൽ കൊടുക്കാം അല്ലേ? നല്ല അപ്ലൈ. എന്താ വരാത്ത? ഇവിടെ വരുന്നുണ്ട്. അടുത്ത കണ്ടോ? കാണുന്നുണ്ടോ? എന്റെ പേര് ഞാൻ ഡയഗണലി റെഡ് കളറിൽ വാട്ടർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാണുന്നുണ്ടോ നിങ്ങള്?
ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ആ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ? കേൾക്കുന്നവരുണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലേ വാട്ടർമാർക്ക് എന്താന്നുള്ളത്? ഡെഫിനിഷൻ പഠിക്കണം. ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദി കണ്ടന്റ് ഓൺ ദി പേജ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റിന്റെ പുറകിലായിട്ട് ghosted text കാണാണ്. This often used to indicate that a document is to be created specially, such as confidential or urgent. PSC ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകിലുണ്ടാവും എന്തോ ട്രൂ കോപ്പി എന്ന് ഞാൻ എന്തോ എഴുതാറുണ്ട്. എനിക്ക് എന്തോ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. നമ്മുടെ ഗവൺമെന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതേപോലെ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്, ഫെയർ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ghosted ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേർഡ് ആർട്ട് ആണ്. ശ്രദ്ധിക്കുക, 2 ക്വസ്റ്റ്യൻ നമ്മളോട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് വേർഡ് ആർട്ട് ആണ്. ghosted ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ആണ്, ബിഹൈൻഡ് ദി കണ്ടന്റ് ഓഫ് ദി പേജ്. ഇനി പേജ് കളർ. നമുക്ക് കുറേ പേജ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമുക്ക് കൊടുക്കാം. അതാണ് പേജ് കളർ. കൂടുതൽ ഞാൻ പറയുന്നില്ല. പേജ് ബോർഡേഴ്സ്. എന്താണ് പേജ് ബോർഡർ? ആഡ് ഓർ ചേഞ്ച് ദി ബോർഡർ അറൌണ്ട് ദി പേജ്. കുറേ ബോർഡറുകൾ ഉണ്ട്. നൺ, ബോക്സ്, ഷാഡോ, 3D, കസ്റ്റം. നമുക്ക് ഇഷ്ടമുള്ള ബോർഡറുകളോട് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതിന്റെ വിഡ്ത്ത് ഒക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. കണ്ടോ ബോർഡർ വന്നുണ്ടോ? നമ്മള് പ്രൊജക്ട് ഒക്കെ അടിക്കുന്ന സമയത്ത് കുറെ ബോർഡർ ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ? കണ്ടോ ബോർഡർ കാണുന്നില്ലേ? കട്ടിയുള്ള ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പേജിലും ബോർഡർ വരും. ഇതാണ് ബോർഡേഴ്സ്. അത്രേ ഉള്ളൂ. അടുത്ത ഗ്രൂപ്പ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. നമ്മൾ ഓൾറെഡി ഹോമിലും ഇതേപോലെ പാരഗ്രാഫ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. പേജ് ലേഔട്ടിലും ഒരു പാരഗ്രാഫ് ഗ്രൂപ്പ് ഉണ്ട്. സെയിം തന്നെയാണ്. ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ്, ലൈൻ ആൻഡ് പേജ് ബ്രേക്ക്. ഇത്ര തന്നെ അതിലുള്ളൂ പഠിക്കാനായിട്ട്. ഇൻഡന്റ് കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പേജ് ലേഔട്ടിൽ കൊടുത്തിക്കണമെന്ന് മാത്രം കേട്ടോ, പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്. അടുത്തത് അറേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അറേഞ്ച് നമുക്ക് നമ്മൾ ഈ ഒരു ഇമേജിന് ഇതൊരു ഇൻസേർട്ട് ചെയ്ത് നമ്മളൊരു ഇമേജ് വെച്ചിട്ടാണ് ഇതിന് നമ്മൾ സെലക്ട് ചെയ്തു. ഇത്രയും നേരം ഇത് ആക്റ്റീവ് ആയിരുന്നില്ല. നോക്കുന്നതൊന്നും ആക്റ്റീവ് അല്ല, ഇവിടെ ഉള്ളതൊന്നും ആക്റ്റീവ് അല്ല. ഞാൻ ഇത് സെലക്ട് ചെയ്തു, അപ്പൊ ഇത് ആക്റ്റീവായി. കണ്ടോ, ഇതൊക്കെ ആക്റ്റീവായി. ഇനി അതിന്റെ പൊസിഷൻ നമുക്ക് മാറ്റാം. ടെക്സ്റ്റ് റാപ്പിങ്ങിന് കേട്ടോ നമുക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. ഇതാ കുറെ പൊസിഷനൊക്കെ ഉണ്ട്, കുറെ പൊസിഷനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ബ്രിങ് ടു സെൻഡ് നമ്മൾ അതിന്റെ മുകളിലേക്ക് കൂടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പുറത്തേക്ക് കടക്കില്ല. സെൻഡ് ടു ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലൂടെ ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടെക്സ്റ്റ് റാപ്പിംഗ് നോക്കട്ടെ. കണ്ടോ, ടെക്സ്റ്റിന്റെ മുകളിൽ ബാക്കിലാണ് എടുക്കണത്. കണ്ടോ, ടെക്സ്റ്റിന്റെ ബാക്കിലാണ് ആ ഇമേജ് എടുക്കുന്നത്. കണ്ടോ, കാണുന്നുണ്ടോ? നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ്, ഇതാ ടെക്സ്റ്റിന്റെ മുകളിലേക്ക് കൂടെ വന്നു, ഫ്രണ്ടിൽ വന്നു. നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു അറേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നമുക്കൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ട്, നമ്മളിപ്പോ സയൻസിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണെങ്കിൽ ഒരു സെല്ലിന്റെ പിക്ചർ വെച്ചു, അല്ലെങ്കിൽ ഏതൊരു ഹൃദയത്തിന്റെ ഒരു ഇമേജ് വെച്ചു. എന്നിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോ ഒരു പണ്ടത്തെ കഥാബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരാളുടെ ഒരു ഫോട്ടോ ബാക്കിൽ ഉണ്ടാവും, അതിന്റെ മുകളിലേക്ക് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് റാപ്പിങ്ങും അല്ലെങ്കിൽ റൊട്ടേറ്റ്. ഇപ്പൊ ഇതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാതെ കണ്ടത്? നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ ഒരു പിക്ചറായി കാരണം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഒരു പേജ് ലേഔട്ടിൽ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്, അതായത് ഒരു ഇമേജ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ എഴുതണം.